പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് ജേണി ഒരു മാച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ അവർക്ക് പഴച്ചുപോയി. അതിനോടനുബന്ധിച്ച് ഇപ്പം വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ജാവോ നവസ് ക്രിസ്ത്യാനോ റൊണാൾഡോനെ പറ്റി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാ കളിക്കാരെയും പോലെ റൊണാൾഡോ ഒരു കളിക്കാരനാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അത് ആരാധകരെ മൊത്തം രോഷാകുലരാക്കി. കമൻസിൽ മൊത്തം ജാവോ നവസിൻ്റെ കമൻസിൽ മൊത്തം തെറിവിളിയാണ്. ബഹുമാനിക്കാൻ മടിക്കടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫാൻസ് ജാവോ നവസിൻ്റെ കമൻറ്റ് കയറി പൊങ്കാലിടുകയാണ്. പുള്ളിക്കാരന് യാതൊരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പോർച്ചുഗലിൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനോ വലിയ രീതിയിലുള്ള കളികളൊന്നും കളിച്ചിട്ടില്ല ഫസ്റ്റ് കളിയിൽ. അപ്പം ജാവോ നവസ് അത് ഇട്ടത് എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ ക്രിസ്ത്യാനോ ഒരുപാട് നേടിത്തന്നിട്ടുണ്ട് പോർച്ചുഗലിന്. അതായത് യൂറോ കപ്പ് 2016, അതുപോലെ തന്നെ യുഎഫ നാഷൻസ് ലീഗ്, ഇതൊക്കെ പോർച്ചുഗൽ നേടിയത് ക്രിസ്ത്യാനോൻ്റെ കീഴിലാണ്. പിന്നെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞൊരു സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ക്രിസ്ത്യാനോയിലൂടെയാണ്. എനിക്ക് ക്രിസ്ത്യാനോ പണ്ടൊക്കെ ക്രിസ്ത്യാനോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മെസ്സിയാണ്. പക്ഷേ എനിക്ക് ക്രിസ്ത്യാനോനെ ഇഷ്ടമാണ്. ക്രിസ്ത്യാനോൻ്റെ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു പരിപാടി എന്ന് വെച്ചാൽ, ക്രിസ്ത്യാനോ ഫീൽഡിൽ കുറച്ച് കുറച്ച് അഗ്രസീവ് ആൻഡ് അരഗൻ്റാണ്. പിന്നെ അത് റഫറീനോടാണെങ്കിലും മറ്റ് പ്ലെയേഴ്സിനോടാണെങ്കിലും. പിന്നെ പുള്ളിക്കാരൻ കുറച്ച് കുറച്ച് അഗ്രഷൻ അത് കാണിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ക്യാരക്ടറോട് വലിയ താല്പര്യമില്ല. ഒരു പ്ലെയർ എന്ന രീതിയിൽ ക്രിസ്ത്യാനോ ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. അപ്പം ബ്രൂണോ ഫെർണാണ്ടസ്, അതിനിടയിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പേര് വഴങ്ങി കേൾക്കുന്നുണ്ട്. ബ്രൂണോയും ക്രിസ്ത്യാനോയും തമ്മിലുള്ള എന്തൊക്കെയോ ഈഗോ ക്ലാഷ് അതിൻ്റെ ഇടയിൽ. പിന്നെ ബ്രൂണോനെ ബെഞ്ചിലിരുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് എന്ന് വേറൊരു ടീം പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പോർച്ചുഗൽ ടീമിൻ്റെ പോർച്ചുഗൽ ടീമാണ് ഇപ്പോൾ മൊത്തത്തിലൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിൻ്റെ സമനില അങ്ങ് മുങ്ങിപ്പോയി. പക്ഷേ പോർച്ചുഗലിൻ്റെ സമനില വന്ന സമയത്ത് മൊത്തത്തിൽ ആരാധകരെ ആണെങ്കിലും പിന്നെ മറ്റ് ആൾക്കാരാണെങ്കിലും അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. സോ അടുത്ത കളിയിൽ പോർച്ചുഗൽ നല്ല രീതിയിൽ തിരിച്ചു വരാൻ സാധിക്കും. ക്രിസ്ത്യാനോ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ക്രിസ്ത്യാനോ.